ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലേ, ഇതിനിപ്പോ പുതിയൊരു അധ്യയന വർഷത്തിലേക്കാണ് പോകുന്നത്. എന്റെ കുട്ടികളെ കഴിഞ്ഞ വർഷം പെർഫോം ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ വർഷവും നല്ല മാർക്കോട് കൂടെ എല്ലാ എക്സാമും എന്റെ കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മളിതാ ഈ ഒരു സമയം മുതലേ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ. ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. കുറച്ച് ദിവസങ്ങളൊന്നും പറയാനില്ല അല്ലെ. ഇനിയിപ്പോ നമ്മൾ സ്കൂളിലേക്ക് കടക്കാൻ പോകുന്ന സമയമാണ്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എന്തായിരിക്കും, പുതിയ 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 അനുഭവങ്ങളാകാൻ പോവുകയാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ അല്ലെ, എല്ലാ ചാപ്റ്റേഴ്സും, മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ അതിനായിട്ടൊരു ബേസിക് കണ്ടന്റിന്റെ കുട്ടിക്ക് ഉണ്ടായിരിക്കണം അല്ലേ. ആ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് എന്തായാലും ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണ്ടേ. ഇതൊന്നും ഇല്ലാതെ ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്സിൽ ആദ്യമേ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്സിൽ നിങ്ങൾക്ക് ഈ വർഷം അത്രയും പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു കണ്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ അറിയുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ പൊടി തട്ടി എടുത്തിട്ട് എന്ത് ചെയ്യാം, സ്കൂളിലേക്കൊക്കെ പോവാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷനെ കുറിച്ചാണ് അല്ലെ. ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്റെ മക്കൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലെ. ഒരു ചെറിയ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫ്രാക്ഷൻ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു നോക്കിക്കേ. എന്ത് വരും? 1/2 അല്ലെ. 1/2 എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷന്റെ എക്സാമ്പിൾ ആണ്, ഒരു ഭിന്നസംഖ്യക്ക് എക്സാമ്പിൾ ആണ്. ഇത് മുകളിലുള്ള സംഖ്യനെ നമ്മൾ എന്ത് വിളിക്കും? അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ അല്ലെ. താഴെയുള്ള സംഖ്യനെ എന്ത് വിളിക്കൂടാ? ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ഉള്ള ഈ ഒരു നമ്പേഴ്സ് അല്ലെ, ഈ ഒരു പാറ്റേൺ ആണ് ശരിക്കും ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭിന്നസംഖ്യകള് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഇതൊക്കെ മുന്നേ പഠിച്ചതാണ്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ വേഗം പഠിക്കാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ അഡിഷനും സബ്സ്ട്രാക്ഷനും എന്റെ കുട്ടികൾക്ക് കുറെ ഒക്കെ അറിയണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഒന്നുകൂടെ നമ്മൾ എന്താക്കാണ്, ഇത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോയി ഇന്ന് ഡിവിഷനൊക്കെ ഒന്ന് പഠിച്ച് സെറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന്റെ കുട്ടിക്ക് ആദ്യമേ ആൻസർ അറിയുമെങ്കിൽ എന്ത് ചെയ്യുക, മിസ് പറയുന്നതിന് മുൻപേ കമന്റ് ബോക്സിൽ വന്നിട്ട് ആൻസർ പറയുക കേട്ടോ. അപ്പൊ റെഡി ആണെങ്കിൽ മിസ് ആദ്യത്തെ ചോദ്യം കാണിച്ചു തരാം. വേഗം ചോദ്യം വായിച്ചു നോക്കുക, എന്റെ കുട്ടികൾ വേഗം ചെയ്യാം. ഓക്കെ, നീ നോക്കിക്ക് എന്താ വരുക? 3/5 × 2/4. 3/5 ഗുണിക്കണം 2/4 അല്ലെ. കാണുമ്പോ ഇത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സംശയം വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്താക്കരുത്, ഇങ്ങനൊരു ചോദ്യം വന്നാൽ എൻ്റെ കുട്ടികളെ മിസ് ചെയ്യരുത്. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാടാ. ഗുണിക്കാനാണല്ലേ പറഞ്ഞത്. 2 ഫ്രാക്ഷൻസ് ഗുണിക്കാൻ പറഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഒന്നുമില്ല, നേരെ അങ്ങ് ഗുണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നേർക്ക് നേരെയുള്ള യുദ്ധം മാത്രമാണ്. നേരെ എന്ത് ചെയ്യുക, ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറേറ്ററും നേരെ ഗുണിക്കുക. അതേപോലെ ഡിനോമിനേറ്ററും നേരെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിളാ. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ, എന്റെ കുട്ടികൾ എന്തായിരിക്കും വരുക? 3ഉം 2ഉം കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 3 2 6 വരും. ഡിനോമിനേറ്റർ ആരാ? 5ഉം 4 അല്ലെ. 5ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 4 5 20 വരും. അപ്പൊ 6/20 ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലുള്ള ആൻസർ. അപ്പൊ ഇത് ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ രണ്ടാമത്തെ ചോദ്യം വേഗം ആൻസർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും അല്ലെ. ഇതേപോലെ തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാനുണ്ടാവുക. അന്ന് വായിച്ചു നോക്കിക്ക്, എന്താണ് ചോദ്യം? 4/6 ഗുണിക്കണം 3/6. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു സംശയം വരും അല്ലേ, താഴെ 2 സ്ഥലത്തും 6 ആണല്ലോ. അതൊന്ന് നോക്കണേ. എന്റെ കുട്ടികൾ എന്താക്കിയാൽ മതി, നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? നോക്കിക്കേ, ആദ്യം ഞാൻ എന്ത് ചെയ്തു, 4ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 4 × 3 അല്ലെ. 4 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ 12 വരും. ഇനി ഏറ്റവും താഴെയുള്ള ഡിനോമിനേറ്റർ എന്താ വരുക? 6 × 6 എന്ന് പറഞ്ഞാൽ 36 എന്ന് വരും. 6 × 6 36. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണേ. ഇതൊന്നും അറിയാതെ ഇവിടെ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. 7ാം ക്ലാസ്സിലെത്തി, ഇനി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാ. ഓക്കെ, അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, വരാൻ. റെഡി? ഇനി അടുത്ത ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. എത്രയാ? 1/9 × 5/8.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ ആദ്യം ന്യൂമറേറ്ററും ഗുണിക്കണം, പിന്നെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ നേരെ മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ദാ ഞാൻ എന്താക്കാൻ പോവാണ്, 1 5 കൂടെ ഗുണിച്ചാല് 5 തന്നെ വരും. താഴെ അല്ലെ 9 × 8 8 9 72 വരും. 72 5/72 ആണ് അവിടെ ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫ്രാക്ഷന്റെ രീതിയിൽ ഏത് ചോദ്യം മൾട്ടിപ്ലിക്കേഷൻ വന്നാലും എന്റെ കുട്ടിക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് വേഗം ചെയ്യാം. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും ഡിവിഷൻ ഉണ്ടായിരിക്കുക. ഡിവിഷൻ എങ്ങനെയായിരിക്കും ചെയ്യുക? അപ്പൊ വേഗം എന്ത് ചെയ്യാം, നമുക്ക് ഡിവിഷൻ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് ഡിവിഷന്റെ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പൊ ഡിവിഷന്റെ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് ഇത് നേരത്തെ ചെയ്ത നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വേഗം ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാലോ. എന്താടാ വരുക? 3/8 ÷ 4/5 അല്ലേ? നമ്മളവിടെ എന്താ ചെയ്യാൻ പറയാ? 3/8 ഹരിക്കണം അല്ലെ, ഡിവൈഡഡ് ബൈ 4/5 എന്നാ പറഞ്ഞേ. അപ്പൊ ഇത് ചെയ്യാൻ നിങ്ങൾ മുന്നേ പഠിച്ച പോലെ ഞാൻ പറഞ്ഞു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അതേപോലെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഞ്ഞു ട്രിക്ക് നിങ്ങൾ ആദ്യമേ ഓർത്ത് വെച്ചാൽ മതി. ഇത് ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണോ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് ഇതിനെ നിങ്ങൾ തല തിരിച്ചിട്ടിട്ട് ഗുണിച്ചാ മതി. സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ലേ. നിങ്ങൾ ഇതാ ഇവിടെ എന്തുകൊണ്ടാ ഹരിക്കുന്നേ, എന്തുകൊണ്ടാ ഡിവൈഡ് ചെയ്യുന്നത്? 3/8 നിങ്ങൾ 4/5 കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 4/5 എന്റെ മക്കൾ എന്ത് ചെയ്യാ, തല തിരിച്ചിട്ടിട്ട് ഗുണിച്ചാ മതി. സിമ്പിൾ. അപ്പൊ ഒന്ന് വേഗം ചെയ്തു നോക്കാം. ഇതിന് തല തിരിച്ചിടുക എന്ന് പറയുമ്പം നിങ്ങൾ സാധാരണ കേട്ടിട്ടുണ്ടാകും വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അതാണ് ഈ സംഭവം കേട്ടോ. അപ്പൊ അത്ര മാത്രം എന്നെ മക്കളെ ചിന്തിക്കുക. എടാ അത് തല തിരിച്ചിടുമ്പോ എന്താവൂടാ? 5 നേരെ മുകളിലേക്ക് പോകും, 4 നേരെ താഴേക്ക് വരും അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇത് 5 നേരെ മുകളിലേക്ക് പോകും, 4 നേരെ താഴേക്ക് വരും. ഇത് ഇവിടെ അല്ല 3/8 എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതിനൊരു മാറ്റമില്ല. അപ്പൊ നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. മാറ്റി എഴുതിയാൽ എന്താ വരുക? 3/8 ഈ ഒരു മറ്റേ ഭാഗം നമ്മൾ എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതിന് നമ്മൾ തലതിരിച്ചെഴുതും എന്താവും? 5 നേരെ മുകളിൽ വരും, 4 നേരെ താഴെ വരും. എന്നിട്ട് ഗുണിച്ചാ മതി. ഹരിക്കല്ലേ ഇനി വേണ്ടത്. ഇനി എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എടാ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താക്കിയാ മതി അമ്പാനെ? നേരെ നിങ്ങൾ എന്താക്കിയാ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ദാ ഇവിടെ കാണുന്ന 3ഉം 5ഉം നേരെ മൾട്ടിപ്ലൈ ചെയ്താല് 15. 3 5 15. ഇത് താഴെ എന്ത് വരും? 8 4 അല്ലെ. 8 × 4 32 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 32. സിമ്പിൾ ആണ്. അപ്പൊ ഇതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം മിസ് ചെയ്ത് തരാം. എന്നിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യാ ഒന്ന് നോക്കിയാൽ മതി. ഇത് എന്താ നമ്മൾ ഇവിടെ വേണ്ടത്? 1/9 ഡിവൈഡഡ് ബൈ 5/6. അപ്പൊ ദാ 1/9 5/6 കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണടാ? ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ഇവനെ തല തിരിച്ചിട്ടിട്ട് എന്ത് ചെയ്താ മതി? ഗുണിച്ചാ മതി. തല തിരിച്ചിട്ട് നോക്കിക്കേണ്ട മക്കള്. തല തിരിച്ചിട്ടും എന്താവും? 6 മുകളിൽ വരും, 5 താഴെ വരും. മാറ്റി എഴുതി നോക്കാം. ഇവിടെ നമ്മൾ 1/9 ഒരു മാറ്റവും ഇല്ല കേട്ടോ. അത് അങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ 1/9 അങ്ങനെ എഴുതി. 5/6 തല തിരിഞ്ഞാൽ എന്താവൂടാ? 6/5 ആയിട്ട് മാറും. എന്നിട്ട് ഗുണിച്ചാ മതി. ഓക്കെ, അപ്പൊ ഇതാ മിസ് ഇവിടെ ഗുണിക്കുന്നുണ്ട്. ഗുണിക്കുമ്പോ എന്താവണം? നേരെ ഗുണിക്കണം. അപ്പൊ 1 × 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. 9 × 5 താഴെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യാ? നേരെ ഗുണിച്ചു കഴിഞ്ഞാല് 9 × 5 45 ആയിട്ട് വരും. 45. അപ്പൊ ആൻസർ എന്തായി? 6/45 എന്നായി. അപ്പൊ ഇതേപോലെ സിമ്പിൾ ആണല്ലേ. നേരത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ സിമ്പിൾ ആണ് ഡിവൈഡ് ചെയ്യാനും. അപ്പൊ ഇനി എന്റെ അടുത്ത് 2 പ്രോബ്ലം ഉണ്ട്. അതിൽ ഒരു പ്രോബ്ലം മിസ് ചെയ്തു തരാം, ഒരു പ്രോബ്ലം എന്റെ മക്കളെ തന്നെ വേഗം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താടാ? ഇനി ഇതാ നമ്മളെ മൂന്നാമത്തെ പ്രോബ്ലം 6/2 ഡിവൈഡഡ് ബൈ 2/5 ആണ്. അപ്പൊ 6/2 2/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ഇവനെ തല തിരിച്ചിട്ടിട്ട് എന്റെ മക്കള് ഗുണിക്കണം. അപ്പൊ ഇതാ മിസ് തല തിരിച്ചിടാൻ പോവാണേ. ഇതിന് തല തിരിച്ചിടുമ്പോ എന്തായിട്ട് മാറും? നേരെ 5 മുകളിൽ വരും, 2 നേരെ താഴോട്ട് വരും. അപ്പൊ മാറ്റി എഴുതിയാല് 6/2 തല തിരിച്ചിടുമ്പം 5/2 ആയിട്ട് മാറും. എന്നിട്ട് നിങ്ങൾ ഗുണിക്കണം. നേരെ ഒന്ന് വേഗം ഗുണിച്ചു നോക്കിക്കുക എന്താകും? 5 6 നേരെ ഗുണിക്കണം അല്ലെ. 6 5
30/2 × 2 എത്ര വരും ഇവിടെ? 4. അപ്പൊ 30/4 എന്ന് കിട്ടി. ഇനി അടുത്ത പ്രോബ്ലം ഞാൻ പറയണോ? വേണ്ട, ഇപ്പോഴേ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 7/3 ÷ 4/9. അപ്പൊ ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ പറയേണ്ടി വരില്ല, നിങ്ങൾക്ക് വേഗം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ? ഓടി വന്നിട്ട് എന്റെ മക്കള് കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസറോടെ പറയാം. അപ്പൊ സെറ്റാണ്. അപ്പൊ ഇത്ര നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സിലെ മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊരിക്കലും എന്റെ മക്കൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് കണ്ടന്റ് എന്റെ കുട്ടികൾക്ക് കിട്ടിയാലേ നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നല്ല സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് അത് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തായാലും ഇതേപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് കണ്ടന്റുമായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ.